ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബോർഡർ ലൈൻ എംബ്രോയ്ഡറി ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന എംബ്രോയ്ഡറി ആണ്. നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നതിന് ചൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഷെയ്ഡ് ത്രെഡാണ്. ഒന്ന് ആങ്കറിൻ്റെ ത്രെഡാണ് ചൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ രണ്ട് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ ഒരു ലൈൻ വരച്ചില്ലേ, രണ്ട് ലൈനിൻ്റെയും സെൻറ്ററിലായിട്ട് ഇതേപോലെ സൂചി നമ്മൾ അടിയിൽ നിന്ന് കോർത്തെടുക്കുക. ഞാനിപ്പോൾ ഈ ബ്ലൂ കളറിലെ ത്രെഡ് 3 അഴ ഇതിലാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ രണ്ട് മാർക്കിങ് കൊടുത്തതിന് കുറച്ചിങ്ങനെ നീക്കി, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നീക്കി ഇതേപോലെ ഒന്ന് സൂചി അടിയിലേക്ക് ഇറക്കി കൊടുക്കുക. അതായത് നമ്മൾ നോർമൽ ഒരു ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ നടുഭാഗത്തായിട്ട് കുത്തി ഇതേപോലെ ചെയ്യുക. പിന്നെ നമ്മൾ ത്രെഡ് കെട്ടി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കെട്ടി വീഴാതിരിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം സ്പീഡിൽ വലിച്ചത് കൊണ്ടാണ് ഇപ്പോൾ കെട്ടി വീണേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ കെട്ടഴിച്ചു, ചില സമയത്ത് കെട്ടി വീഴും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത നെക്സ്റ്റ് ചെയ്യാനുള്ളത് മേളിൽ നിന്നാണ് ചെയ്യുന്നത്. കുറച്ച് ഗ്യാപ്പ് ഇതേപോലെ നമ്മൾ താഴത്ത് ചെയ്ത അതേ സെയിം മെത്തേഡിൽ തന്നെ ഗ്യാപ്പ് ഇടുക, നടുഭാഗത്തേക്ക് കുത്തി ഇറക്കുക കേട്ടോ. അതേപോലെ തന്നെ അടുത്ത നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഇതേപോലെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം സെൻറ്ററിൽ തന്നെ, എല്ലാം സെൻറ്ററിലേക്ക് തന്നെയാണ് വരുന്നത്. എന്നാലാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ ആ ഒരു വർക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആ ഒരു രീതിയിൽ ഫില്ല് ചെയ്യുക. അതേപോലെ ഇനി കുറച്ച് താഴത്തെ കൂടെ ഇറക്കി അടുത്ത സൈഡിലും ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് സെൻറ്ററിലേക്ക് തന്നെ കുത്തി ഇറക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ഈ ഒരു രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ സൈഡും ഫില്ല് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നൂലിന് ലെങ്ത് ശ്രദ്ധിച്ചെടുക്കുക, അതിനാണ് ഇതിൽ വരുന്നൊരു കാര്യമേ. അപ്പോൾ നമുക്ക് ഫൈനൽ ഇത് ഫുള്ള് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എല്ലാ ട്രയാങ്കിളിലും നമ്മൾ ഓൾറെഡി ഇത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ സെയിം തന്നെ ബ്ലൂ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു കോർണറിൽ നിന്ന് കുത്തിയെടുക്കുക. അതായത് നമ്മൾ ആദ്യം ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് കുത്തിയതിന് ശേഷം ഉള്ളിലൂടെ ഇങ്ങനെ സൂചി കയറ്റി ആദ്യം നമ്മൾ കുത്തിയെടുത്ത ആ ഭാഗത്ത് തന്നെ റിട്ടേൺ കുത്തിയിറക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതേപോലെയാണ് നമ്മൾ ബാക്കി എല്ലാ പോർഷനും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ പ്രത്യേകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ ഒരു ഫ്ലവേഴ്സ് പോലെ വരുന്ന പോർഷനിൽ ലെങ്തും ഇതുമൊക്കെ ഒരേപോലെ ഇരുന്നാലാണ് വർക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചരിഞ്ഞു പോവാതെ ഒരേ ലെങ്തിൽ, അതായത് നമ്മൾ ആദ്യം കുത്തിയെടുത്ത ആ നൂലിൻ്റെ അതേ ലെങ്തിൽ തന്നെ വരികയും വേണം. അതായത് ചരിയാതെ വളഞ്ഞൊന്നും പോവാതെ ഒരേ ലെങ്തിൽ തന്നെ വന്ന് നിന്നാലാണ് വർക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പം ഞാൻ ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരെണ്ണം ഫുള്ള് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോൾ കുറച്ചുകൂടി വേഗം മനസ്സിലാകും. അല്ലെങ്കിൽ നമുക്ക് രണ്ട് തവണ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഫുള്ള് ചെയ്തെടുക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പുതിയ നമ്പർ നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തേക്കുന്ന അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഇനി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നമ്പർ ഈ ഒരു സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ചാനലിൻ്റെ അവസാനം ഞാൻ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ, എന്നാലാണ് മനസ്സിലാവുള്ളൂ എംബ്രോയ്ഡറി എങ്ങനെയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന എംബ്രോയ്ഡറിയാണ്, ഒരുപാട് സമയമോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഫുള്ള് ലെങ്ത് ഫുള്ള് ചെയ്തെടുക്കാം.
അപ്പോൾ ചെയ്ത് കഴിയുമ്പം അതെങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് ആ ഒരു ഷേപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഭംഗിയില്ലേ കാണാൻ വേണ്ടി. ഇനി നമുക്ക് ഒരു പിങ്ക് ഷെയ്ഡ് ത്രെഡും കൂടി നമ്മൾ ചൂസ് ചെയ്തായിരുന്നല്ലോ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം എടുത്ത ഈ ബ്ലൂ ത്രെഡ് എന്ന് പറയുന്നത് നമ്മൾ 3 നൂലാണ് എടുത്തതെങ്കിൽ പിങ്ക് ത്രെഡ് നമ്മൾ എടുത്തേക്കുന്നത് 6 നൂലിലാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പിങ്ക് ത്രെഡ് വെച്ചിട്ടുള്ള ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് നമ്മൾ ആദ്യം കുത്തിയ ആ ഒരു പോർഷനിൽ നിന്ന് കുറച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് മുകളിലിങ്ങനെ കുത്തിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ആ പിങ്ക് ത്രെഡ് ആ ബ്ലൂ ത്രെഡ് ചെയ്ത അതേ സെയിം പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് വലിച്ചെടുക്കുന്നില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ പിങ്ക് ഉള്ളിൽ വന്നിരിക്കുന്ന ബ്ലൂ ത്രെഡ് കവർ ചെയ്ത് പോകാൻ പാടില്ല. നമ്മൾ ടൈറ്റായിട്ട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലൂ ത്രെഡ് നമുക്ക് സെൻറ്ററിൽ വന്നിരിക്കുന്ന ആ ഒരു ലൈൻ കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കണ്ടോ, ഇതിൽ കണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് കാണുന്നുണ്ടോ പിങ്കിനുള്ളിൽ? ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഡിസൈൻ ചെയ്യേണ്ടത്. അങ്ങനെ വന്നാലാണ് അത് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ള് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 ഒരു സൈഡ് ഫുള്ള് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു എംബ്രോയ്ഡറി വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന എംബ്രോയ്ഡറിയാണ്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്തൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ഒരു സൈഡ് ഫുള്ള് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി മനസ്സിലാവും. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു എംബ്രോയ്ഡറി ഫുള്ള് ത്രെഡ് മാത്രം വെച്ചിട്ടുള്ളൊരു എംബ്രോയ്ഡറിയാണ്. അപ്പോൾ ത്രെഡ് എംബ്രോയ്ഡറി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിത് ബോർഡർ ലൈൻ മാത്രമായിട്ടല്ല, നമ്മുടെ നെക്കിനിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ യോക്ക് പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ടോ സ്ലീവ്സിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്ലിറ്റുള്ള ടോപ്പുകളൊക്കെ ഇല്ലേ അതിൻ്റെ സൈഡിലും പിന്നെ എൻ പോർഷനിലും ഒക്കെ ലൈനായിട്ടൊക്കെ ചെയ്യാൻ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള എംബ്രോയ്ഡറിയാണിത്. അപ്പോൾ ഇതേപോലെ ഞാൻ ഒരു സൈഡിൽ 4 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഫുള്ളിത് അപ്പോൾ അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞുള്ളൊരു ഫൈനൽ ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ വളരെ നല്ല രസമല്ലേ കാണാൻ വേണ്ടി ഒരു എംബ്രോയ്ഡറി. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് ട്രൈ ചെയ്തൊക്കെ നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേറെ വീഡിയോ ഇട്ട് വരാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.